Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ കുമ്പസാരത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് അല്ലേ? ഏതായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും കുമ്പസാരം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ സഹായിക്കാൻ വരുന്നത് ഒരു അച്ഛനാണ്, ഒരു പുതിയ അച്ഛനാണ്, ഫാദർ ജെറിൻ. അച്ഛൻ കുമരകത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ സേവനം ചെയ്യുകയാണ്. ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് മരിയൻ വചനതീരം. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഡൗട്ട്സൊക്കെ റെഡിയാണോ കുമ്പസാരത്തെക്കുറിച്ചുള്ള? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനവും സുകൃതവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാം വാക്യം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വം അണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണുള്ളത്. കുറച്ച് വലുതാണല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്യോ. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വം അണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റ് ഏത് ജനമാണുള്ളത്. ഇനി സുകൃജപം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചോദ്യങ്ങളായിട്ട് നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ പറയുന്ന പാപങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അച്ഛൻ എൻ്റെ മാതാപിതാക്കളോട് പറയുമോ? ഒരിക്കലും ആരും പറയുന്ന പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൻ്റെ പുറത്ത് മറ്റൊരാളോടും പറയപ്പെടുകയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അത് വൈദികനല്ലല്ലോ അവിടെ ഇരിക്കുന്നത്, അത് ഈശോ ആണല്ലോ ഇരിക്കുന്നത്. ഈശോ ഒരിക്കലും നമ്മളെ വിഷമിപ്പിക്കാനോ നമ്മളെ നാണം കെടുത്താനോ നമ്മുടെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ ഈശോ ശ്രമിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, സഭയിൽ കുമ്പസാര രഹസ്യം, സീൽ ഓഫ് കൺഫെഷൻ എന്നുള്ള കാര്യമുണ്ട്. സഭയുടെ കാനൻ നിയമങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു പുരോഹിതൻ ആരെങ്കിലും കുമ്പസാരിച്ച പാപങ്ങൾ കുമ്പസാരക്കൂടിന് പുറത്ത് പറയുകയാണെങ്കിൽ അതിൽ തന്നെ ആ വൈദികൻ അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തിയിൽ നിന്നും സഭയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമെന്നാണ് സഭയുടെ നിയമം പറയുന്നത്. സഭയുടെ പാരമ്പര്യത്തിലെല്ലാം ഈ സീൽ ഓഫ് കൺഫെഷൻ, കുമ്പസാര രഹസ്യം അതിപാവനമായിട്ട് തന്നെ സൂക്ഷിച്ചു വരുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിശുദ്ധ ജോൺ നെബുംസ്യാംസ്. അദ്ദേഹം 1300-കളിൽ ജീവിച്ച വിശുദ്ധനായൊരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ഒരു രാജകൊട്ടാരത്തിലെ രാജ്ഞിയുടെ കുമ്പസാരക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ രാജാവിന് രാജ്ഞിയിൽ ചില സംശയങ്ങളൊക്കെ തോന്നുകയും അത് സംശയ നിവാരണത്തിന് വേണ്ടി കുമ്പസാരക്കാരനോട് വന്നിട്ട് പറഞ്ഞു, വിശുദ്ധ ജോണിനോട് വന്നിട്ട് പറഞ്ഞു, കുമ്പസാരത്തിൽ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നോട് പറയണമെന്ന്, അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. വിശുദ്ധനെ സമ്മതിക്കാത്തതുകൊണ്ട് ആ വിശുദ്ധനെ അവർ കൊണ്ട് പുഴയിലെറിഞ്ഞ് കൊന്നു കളഞ്ഞു. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ് വിശുദ്ധ ജോൺ നെബുംസ്യാംസിനെ പറ്റി പറയുന്നത്. സഭ അത്ര തീവ്രമായിട്ടാണ്, അത്ര പാവനമായിട്ടാണ് കുമ്പസാരക്കൂട്ടിൽ ഓരോ കാര്യങ്ങളും രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചോദ്യത്തിലെ ഒരു രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, മാതാപിതാക്കളോട് പറയുമെന്ന്. ഒരിക്കലും ഒരു ഉത്തമനായ ക്രിസ്ത്യാനി ഒരിക്കലും കുമ്പസാരക്കൂട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മാതാപിതാക്കളും വന്ന് വൈദികരോട് സമീപിച്ച് ചോദിക്കുകയുമില്ല. കാരണം അത് അതിൽ തന്നെ തെറ്റാണെന്ന് എല്ലാ ക്രൈസ്തവർക്കും അറിയാം. നമ്മുടെ പാരമ്പര്യവും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംശയം മനസ്സിലുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഇടവക അച്ഛന്മാരുടെ അടുക്കലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന വൈദികരുടെ അടുക്കലോ, നല്ല പരിചയമുള്ള വൈദികരുടെ അടുക്കലോ നമ്മൾ കുമ്പസാരിക്കാൻ പോകാൻ ചെറിയൊരു വിമുഖത കാണിക്കും. കാരണം ഈ അച്ഛന് നമ്മളെപ്പറ്റി വീണ്ടും ഒരു തെറ്റിദ്ധാരണയൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഞാനീ പറഞ്ഞ പാപങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് ഈ വൈദികൻ എന്നെ വേറൊരു കണ്ണോട് നോക്കുമോ എന്ന സംശയമൊക്കെ നമുക്ക് പിള്ളേരുടെ മനസ്സിൽ തോന്നാം. പക്ഷേ അത് 100% ഉറപ്പാണ്, ഒരു പുരോഹിതനും കുമ്പസാരക്കൂടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആ വ്യക്തിയെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരാളെ ആ മുഖത്തോടെ നോക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയെങ്കിലും അവൻ പുരോഹിതനല്ല. ക്രിസ്തുവാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ പ്രതിച്ഛായ വൈദികന് ഒരിക്കലും ആ കുമ്പസാര രഹസ്യങ്ങൾ പുറത്ത് പറയാനായിട്ട് അനുവാദമില്ല, അങ്ങനെ ശ്രമിക്കുകയും ചെയ്യില്ല. ഒരു മാർഗഭാവം ചെയ്തിട്ട് ഉടനെ കുമ്പസാരിക്കാൻ സാഹചര്യമില്ലെങ്കിൽ ഈശോയുടെ മാപ്പ് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കാമോ? മക്കളെ, ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് നമ്മൾ പാപം എന്തെന്ന് മനസ്സിലാക്കണം. 2, നമ്മൾ കുർബാന സ്വീകരണം എന്തെന്ന് മനസ്സിലാക്കണം. പാപത്തിൽ നമുക്ക് സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, പാപം 2 വിധമുണ്ട്, ലഘുപാപമുണ്ട്, മാരകപാപമുണ്ട്. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളും നമ്മൾ അറിയാതെ വരുന്ന വീഴ്ചകൾക്കൊക്കെയാണ് നമ്മൾ ലഘുപാപം എന്ന് പറയുന്നത്. നമ്മളിവിടെ ചോദ്യം മാരകപാപത്തെ പറ്റിയാണ്. മാരകപാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിനെതിരായി ചെയ്യുന്ന പാപം. നമുക്കറിയാം, പാപം എന്ന് പറയുന്നത് തന്നെ കർത്താവുടെ ബന്ധത്തിൻ്റെ വേർപെടലാണ്, ബന്ധത്തിലുള്ള വിള്ളലാണ്. മാരകഭാവം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായ ഒരു പാലമിട്ട് നമ്മൾ കർത്താവിലേക്ക് പോകുകയെന്ന് വിചാരിക്കുക. ആ പാലം നമ്മൾ മുറിച്ച് കളഞ്ഞേക്കാം. എനിക്ക് കർത്താവിനെ വേണ്ട, എനിക്ക് ഈശോയെ വേണ്ട, ഞാൻ ഈശോയെ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഹൃദയം ഞാൻ അടച്ചു കളയുന്ന അവസ്ഥയാണ് മാരകഭാവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കുമ്പസാരത്തിലൂടെ അല്ലാതെ നമുക്ക് വീണ്ടും ആ ഒരു ഓപ്പണിങ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുർബാന സ്വീകരണം എന്താ? കുർബാന സ്വീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക.
അൾത്താരയിലേക്ക് ഈശോയെ നമ്മുടെ ഹൃദയമാകുന്ന സക്രാരിയിലേക്ക് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവും രക്ഷകനും നാഥനായിട്ടൊക്കെ പറയുന്ന അവസ്ഥയാണ് നമ്മൾ കുർബാന സ്വീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ അടച്ചു വെച്ചിട്ട് ഈശോയായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഈശോയെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അവിടെ കുമ്പസാരത്തിന് ആവശ്യമുണ്ട്. മാരകപാപം ചെയ്താൽ നമ്മൾ കുമ്പസാരിച്ചിട്ട് മാത്രമേ കുർബാന സ്വീകരിക്കാവുള്ളൂ. പക്ഷേ നമ്മുടെ കാനൻ നിയമത്തിൽ അതിനകത്ത് ചെറിയൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു സാഹചര്യം ഇല്ല. നമുക്ക് സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിക്കാൻ യാതൊരു സാഹചര്യമില്ല. പുരോഹിതന്മാർ നമുക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കുമ്പസാരിക്കാൻ യാതൊരു പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഗാഢമായി അനുദപിച്ചാൽ നമുക്ക് കുർബാന സ്വീകരിക്കാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ വൈദികനില്ലാതെ വരുന്ന സാഹചര്യം കുറവാണ്. അപ്പോൾ ഇതൊരു ലൈസൻസ് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല. അനുദപിക്കുന്ന പാപിയെ കാത്തിരിക്കുന്ന ദൈവമാണല്ലോ നമ്മുടെ, ഒരിക്കലും വിധിക്കാൻ കാത്തിരിക്കുന്ന ദൈവമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാരകഭാവത്തിലാണെങ്കിൽ പോലും നമുക്ക് വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ, ഒരു പുരോഹിതനെ നമുക്ക് കുമ്പസാരത്തിന് വേണ്ടി ചെല്ലുവാനായിട്ട് പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഗാഢമായിട്ട് അനുദപിച്ച് നമുക്ക് വിശുദ്ധ സ്വീകരിക്കാം. പക്ഷേ അതൊരു ലൈസൻസ് അല്ല. നമ്മൾ ഏറ്റവും അടുത്ത നിമിഷം തന്നെ, ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ നമ്മൾ കുമ്പസാരത്തിന് പോകണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്, കുർബാന സ്വീകരിച്ചെങ്കിൽ പോലും തന്നെ. ഇതാണ് അതിനെപ്പറ്റിയുള്ള സഭയുടെ പഠനം. മാരകപാപം ചെയ്താൽ ദൈവം നമ്മെ വെറുക്കുമോ? അങ്ങനെ ആ ചോദ്യം അതിൽ തന്നെ ഒരു ചെറിയൊരു തെറ്റുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വെറുപ്പില്ലല്ലോ. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ദൈവം സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ വേറെ വികാരങ്ങളൊന്നും നമ്മൾ മനുഷ്യനായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ദേഷ്യപ്പെടുന്ന, വിധിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയില്ല. ദൈവം സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മൾ ദേഷ്യപ്പെടാനാവില്ല. പ്രത്യേകിച്ച് കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ദൈവം കരുണയുടെ ദൈവം മാത്രം. അവിടെ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ടോൺ പോലും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നില്ല. നമ്മൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണാവുന്നത് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അവനെല്ലാം നശിപ്പിച്ചിട്ട് പിതാവിൻ്റെ എല്ലാം മേടിച്ച് പോയി എല്ലാം തകർത്ത് തരിപ്പണാക്കിയിട്ട് തിരിച്ചു വരുമ്പോഴും അവനെ കാത്തു നിൽക്കുന്ന പിതാവ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ അവനെ കാത്തു നിന്ന് കെട്ടിപ്പിടിച്ച് പുത്തനുടുപ്പും പുത്തൻ മോതിരവും വലിയ സദ്യയൊക്കെ ഒരുക്കുന്ന ഭയങ്കര സ്നേഹന്തിയായ ഒരു അപ്പനെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു അപ്പനിൽ നമുക്ക് വെറുപ്പോ അല്ലെങ്കിൽ ദേഷ്യം എന്ന വികാരം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാത്തിരിക്കുന്ന, മാരകപാപത്തിലാണെങ്കിലും ഏത് പാപത്തിലാണെങ്കിലും കാത്തിരിക്കുന്ന കരുണയുള്ള സ്നേഹനിധിയായ ഒരു ഈശോയാണ് നമുക്കുള്ളത്. അതാണ് കുമ്പസാരക്കൂടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും നമുക്കുള്ള ഏറ്റവും ക്രിസ്ത്യാനികളായ നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യവും. അച്ഛൻ തരുന്ന പ്രായശ്ചിത്തം അടുത്ത കുർബാന സ്വീകരണത്തിന് മുൻപ് ചെയ്താൽ മതിയോ? പ്രായശ്ചിത്തങ്ങൾ നമുക്ക് അടുത്ത കുർബാന സ്വീകരണത്തിന് മുമ്പ് ചെയ്ത് തീർത്താൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് ആസ് ഏർലി ആസ് പോസിബിൾ, ഏറ്റവും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയും കൂടി ചെയ്യണ്ടേ, ഞാൻ വൈദികൻ തന്ന പ്രായശ്ചിത്തം നിറവേറ്റാൻ പരാജയപ്പെട്ടെന്ന്. പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു ചെറിയ എക്സെപ്ഷൻ വരുന്നത്, അന്നേരം തന്നെ ചെയ്യുക എന്നുള്ള ചെറിയ എക്സെപ്ഷൻ വരുന്നൊരു കാര്യം, ചില പ്രായശ്ചിത്തങ്ങൾ ഇച്ചിരി നീട്ടുള്ള പ്രായശ്ചിത്തങ്ങളായിരിക്കും. ചിലപ്പോൾ വൈദികൻ പറയും ഒരു കൊന്ത ചെല്ലാൻ പറയും, അല്ലെങ്കിൽ കുരിശിൻ്റെ വീട് നടത്താൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യാനൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പള്ളിയിടുന്ന തന്നെ അത് പലതും ചെയ്തു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുമ്പസാരിക്കുന്നത് നമ്മൾ കുർബാനയുടെ ഇടയ്ക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് നമ്മൾ കുമ്പസാരിക്കുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് കുർബാന സ്വീകരണത്തിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രായശ്ചിത്തം ചെയ്തു തീർത്താനും പറ്റുന്നവരില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത കുർബാന സ്വീകരണത്തിന് മുമ്പ് അത് ചെയ്യുക എന്നുള്ള, മറക്കാതെ തന്നെ ഏറ്റവും പെട്ടെന്ന് ചെയ്യുക. പിന്നെ നമ്മൾ ഈ പ്രായശ്ചിത്തം എന്താണെന്ന് മനസ്സിലാക്കണേ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ശിക്ഷ അല്ലല്ലോ, ഒരു ബേർഡൻ അല്ലല്ലോ. നമ്മൾ അവിടെ ചെന്ന് എത്ര വലിയ പാവങ്ങൾ, എത്ര കട്ടിയുള്ള പാവങ്ങൾ പറഞ്ഞാലും അവസാനം കുമ്പസാരക്കൂട്ടിനകത്ത് ഈശോ പറയുന്നത് എന്താ? നീ ഒരു 3 നന്മ നിറഞ്ഞ പറയുമേ, ഒരു സ്വർഗ്ഗസ്നാനം ചൊല്ലിക്കും, അല്ലെങ്കിൽ 3 എത്രയും തെളിമാതെ ചൊല്ലിക്കും. ഇത്ര കരുണയുള്ള ശബ്ദം അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ പാവങ്ങളുടെ ലെവലും നമ്മുടെ പ്രായശ്ചിത്തത്തിൻ്റെ ലെവലും കൂടി വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് നമ്മുടെ പ്രായശ്ചിത്തം. അപ്പോൾ ഈ പ്രായശ്ചിത്തം നമ്മൾ കൂടുതൽ സ്നേഹത്തോടും കൂടുതൽ അനുതാപത്തോടും കൂടുതൽ തീക്ഷ്ണതയോടും ചെയ്യണം. കാരണം ഇത് തമ്പുരാൻ്റെ കരുണയെ ധ്യാനിക്കാനുള്ള വലിയൊരു അവസരം നമുക്ക്. ഇതാണ് നമ്മുടെ പ്രായശ്ചിത്തത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും സ്നേഹപൂർവ്വം, ഏറ്റവും ഉത്സാഹത്തോടെ. മാർപ്പാപ്പ, ബിഷപ്പുമാർ, അച്ഛന്മാർ എന്നിവർ കുമ്പസാരിക്കാറുണ്ടോ? ഇവർ ആരുടെ അടുത്താണ് കുമ്പസാരിക്കുന്നത്? മാർപ്പാപ്പയും ബിഷപ്പും എല്ലാ അച്ഛന്മാരും തീർച്ചയായിട്ടും കുമ്പസാരിക്കണം. കാരണം പരിശുദ്ധ സഭയുടെ കൂദാശയാണല്ലോ, എല്ലാവരും ഇതിൽ കടന്നു പോകണം. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ നെറ്റിലൊക്കെ ഒത്തിരി വൈറലായ കഴിഞ്ഞ വർഷത്തെ ഈസ്റ്റർ സീസണിൽ വലിയ ആഴ്ചയിൽ പരിശുദ്ധ പാപ്പയുടെ പരിശുദ്ധ പാപ്പ കുമ്പസാരിക്കുന്ന, ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരിക്കുന്നൊരു ഭാഗം ഇൻ്റർനെറ്റിലൊക്കെ ഒത്തിരി വന്നിരുന്നു. അതായത് അന്നത്തെ പ്രസംഗത്തിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസംഗം കഴിഞ്ഞ് നേരെ ഇറങ്ങി ചെന്നൊരു കുമ്പസാരക്കൂട്ടിൽ ഒരു സാധാരണ പുരോഹിതൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി. അപ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കിയെന്ന്. അതിനുശേഷം പാപ്പ അവിടെ നിന്ന് കുമ്പസാരിച്ചതിന് ശേഷം പാപ്പ അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത് കുമ്പസാരക്കൂട്ടിൽ പോയിരുന്ന് മാർപ്പാപ്പയും പോയി കുമ്പസാരം കേൾക്കാൻ വേണ്ടിയിരുന്നു. ഇതെല്ലാവരും ലോകം മുഴുവൻ അത്ഭുതത്തോടെ. കാരണം ഒരിക്കലും ഒരു മാർപ്പാപ്പ പരസ്യമായിട്ട് കുമ്പസാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല, കുമ്പസാരക്കൂട്ടിൽ കയറി പോകുന്നത്. ചരിത്രം നോക്കി കഴിഞ്ഞാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ഒരു ട്രഡീഷൻ കൊണ്ടുവരുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോപ്പായിരുന്ന സമയത്ത് എല്ലാ വർഷവും വലിയ ആഴ്ചയിൽ മാർപ്പാപ്പ കുമ്പസാരിക്കുകയും പരസ്യമായിട്ട് വന്ന് കുമ്പസാരിക്കാനിരിക്കുകയും അതിനുശേഷം കുമ്പസാരം കേൾക്കാൻ പോയിരിക്കുകയും ചെയ്യുമായിരുന്നു.
പരിശുദ്ധ പാപ്പയെ പറ്റി ജോൺ പോൾ രണ്ടാമനെ പറ്റി പറയുന്ന എല്ലാ വെള്ളിയാഴ്ചയിലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുമ്പസാരിക്കാൻ പോകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും എല്ലാവരും കൃത്യമായിട്ട് ഇൻ്റർവെല്ലുകളിൽ അവർക്കൊക്കെ കൃത്യതയോടെ ഒരു കുമ്പസാരക്കാരൻ കാണും. അവർ തുടർച്ചയായിട്ട് ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തുടർച്ചയായിട്ട് ഒരു അച്ഛനിടയ്ക്ക് തന്നെ കുമ്പസാരിക്കാൻ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ആത്മീയമായിട്ട് ഒരു പടി വളർന്നു വരാനായിട്ട്. നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കുമ്പസാരം 2 കുമ്പസാരങ്ങൾ പറയുന്നുണ്ട്. ഒരു കുമ്പസാരം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലുള്ള കുമ്പസാരം. മാർപ്പാപ്പ ഒരു ബെഗറിനോട്, ഒരു തെരുവിൽ കിടന്ന് ഭിക്ഷയാചിക്കുന്ന ഒരാളുടെ കുമ്പസാരിച്ചതിനെ പറ്റി വന്ന വലിയൊരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഇപ്രകാരമാണ്. സ്കോട്ട് ഖാൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ബൈബിൾ പണ്ഡിതനുണ്ട്. അദ്ദേഹം പങ്കുവച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ റോമിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കാണുവാനായിട്ട് പോയപ്പോൾ കുറേ സമയം കിട്ടിയപ്പോൾ മാർപ്പാപ്പയുള്ള അപ്പോയിൻമെൻറ്റുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ സമയത്തിന്. അപ്പോൾ അദ്ദേഹം ചുമ്മാ വഴിയിലൂടെ നടക്കാൻ പോയപ്പോഴത്തേക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വാതിൽക്കൽ കുറേ ഭിക്ഷക്കാരുണ്ടായിരുന്നു. കുറേ ഭിക്ഷക്കാരുന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഭിക്ഷക്കാരനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പരിചയം തോന്നി. എന്നിട്ടും ആ വൈദികൻ അകത്ത് ബസിലിക്കലുള്ളിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറിപ്പോയി. അകത്തിരുന്നപ്പോൾ വീണ്ടും മനസ്സിലായി താൻ കണ്ട ആ ഭിക്ഷക്കാരൻ്റെ മുഖം തൻ്റെ കൂടെ സെമിനാരി പഠിച്ച ഒരാളെ പോലെ ഇരിപ്പുണ്ടെന്ന് തോന്നി. പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥന എടുത്ത് പുറത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു, താങ്കൾ എന്നോട് പഠിച്ച വ്യക്തിയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഠിച്ച ആളുമാണ്, ഞാൻ അച്ഛനും ആയായിരുന്നു, ഇപ്പം ഞാൻ അച്ഛനല്ല, ഞാൻ ആ പൗരോഹിത്യം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ വിഷമമുണ്ട് താങ്കളെ ഇങ്ങനെ ഭിക്ഷക്കാരനായിട്ട് കണ്ടതിൽ. അപ്പോൾ ഭിക്ഷക്കാരനായിരുന്ന പുള്ളി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എൻ്റെ ഈ പുള്ളി വളരെ വിഷമിച്ച ഹൃദയത്തോട് പള്ളിയിൽ പോയിരുന്നു. അച്ഛൻ കുറേ നേരം പ്രാർത്ഥിക്കുകയും അതിനുശേഷം പോപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോയി. കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അത്യാവശ്യം വർത്തമാനമൊക്കെ പറയാൻ സാധ്യത കിട്ടും. പോപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ച സമയത്ത് ഇദ്ദേഹത്തിന് ഒരു കാര്യം പറഞ്ഞില്ല ഈ പുരോഹിതൻ, മറിച്ച് ആ തെരുവിൽ ഭിക്ഷയാചിക്കാനിരുന്ന കണ്ട പുരോഹിതനെ പറ്റി പറഞ്ഞു, കൂട്ടുകാരനായ പുരോഹിതനെ പറ്റി പറഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് കേട്ടപ്പോൾ തന്നെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ ചെവിയിൽ എന്തോ കാര്യം പറഞ്ഞു. എന്നിട്ട് ആ വിസിറ്റ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. വിസിറ്റ് കഴിഞ്ഞ് ഈ പുരോഹിതൻ തിരിച്ചു പോകാൻ നേരത്ത് പാപ്പയുടെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, വൈകുന്നേരത്തേക്ക് താങ്കളും താങ്കളുടെ കൂട്ടുകാരനായ പുരോഹിതനും തെരുവിലിരിക്കുന്ന ഭിക്ഷക്കാരനായ പുരോഹിതനും 2 പേരും കൂടി വൈകുന്നേരമുള്ള മാർപ്പാപ്പ ഡിന്നർ കഴിക്കാൻ വന്ന പ്രത്യേക ഇൻവിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം വലിയ അത്ഭുതമായി. കാരണം അതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ്. പ്രത്യേകിച്ച് ഒരു ബെഗറിനെ കൂടി കൂട്ടിക്കൊണ്ടാൻ പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു ഇൻവിറ്റേഷനായിരുന്നു. ഇപ്പോൾ ഇവർ അദ്ദേഹം ചെന്നിട്ട് ആ ബെഗറായിരുന്ന കൂട്ടുകാരനായ പുരോഹിതൻ പറഞ്ഞു, താങ്കൾ കൂടി മാർപ്പാപ്പ ക്ഷണിച്ചു എന്ന് പറഞ്ഞു. ആ പുള്ളി അത്ഭുതം കൊണ്ട് പുള്ളി നിൽക്കാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു, ഞാൻ വരില്ല, കാരണം ഞാൻ ഒന്ന് പുരോഹിതൻ വൃത്തി ഉപേക്ഷിച്ചിട്ട് കുറേ നാളായി, 2 കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ അരമനയിലേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പുരോഹിതൻ പറഞ്ഞു, ഞാൻ തരാം, നിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വാ. ഹോട്ടലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഷേവൊക്കെ ചെയ്ത് കുളിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉടുപ്പൊക്കെ തന്നെ ഇടിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് ഡിന്നറിന് വേണ്ടി കൊണ്ടുപോയി. ഡിന്നറൊക്കെ കഴിഞ്ഞ് അവസാനം ഐസ്ക്രീമൊക്കെ ഡെസേർട്ടൊക്കെ എടുക്കുന്ന തൊട്ട് മുമ്പ് മാർപ്പാപ്പ എഴുന്നേറ്റിട്ട് ഈ ബെഗറായി വഴിയിരുന്ന പുരോഹിതനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റൂമിലേക്ക് പോയി. അപ്പോൾ കുറച്ച് നേരം ആ വിസിറ്റ് കഴിഞ്ഞിട്ട് ആരും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുരോഹിതൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരനായ പുരോഹിതൻ, ഇതിനെല്ലാം കാരണമായ ആ പുരോഹിതൻ ഓടിച്ചെന്ന് ചോദിച്ചു, താങ്കളെന്നാൽ കരഞ്ഞുകൊണ്ട് വരുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പരിശുദ്ധ പിതാവ് എൻ്റെ മുൻപ് മുട്ടുകുത്തിട്ട് പറഞ്ഞു, എന്നെ കുമ്പസാരിപ്പിക്കാമെന്ന് പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞു, ഒരു പാപിയായിട്ട് പൗരോഹിത്യത്തെ ഉപേക്ഷിച്ച് വർഷങ്ങളോളം തെരുവിൽ കിടന്ന എൻ്റെ അടുക്ക മാർപ്പാപ്പ മുട്ടുകുത്തിട്ട് പറഞ്ഞു, എന്നെ കുമ്പസാരിപ്പിക്കാമെന്ന്. അപ്പോഴത്തേക്ക് പുരോഹിതൻ പറഞ്ഞു, ഞാൻ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയാണ്. അപ്പോൾ പാപ്പ പറഞ്ഞു, എൻ്റെ റോമിൻ്റെ മാർപ്പാപ്പ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച്, റോമിൻ്റെ മെത്രാൻ എന്നുള്ള അധികാരം ഉപയോഗിച്ച് നിൻ്റെ എല്ലാ പൗരോഹിത്യ അധികാരങ്ങളും തിരിച്ചു തരുന്നു, നീ എന്നെ കുമ്പസാരിപ്പിക്കാൻ പറഞ്ഞു. അത് ആ പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റായി. ഇദ്ദേഹത്തിന് മുമ്പിൽ പരിശുദ്ധ മാർപ്പാപ്പ കുമ്പസാരിക്കുകയും അതിനുശേഷം ഈ പുരോഹിതൻ മാർപ്പാപ്പയുടെ മുമ്പിൽ കുമ്പസാരിക്കുകയും പൂർണ്ണ വിശുദ്ധനായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. ചരിത്രം കണ്ട ഏറ്റവും വലിയ കുമ്പസാരം മാർപ്പാപ്പ പോലെ കുമ്പസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുമ്പസാരം എന്ന് പറയുന്നത് വിശുദ്ധ ഡാമിയൻ്റെ കുമ്പസാരം. നമുക്കറിയാം, ഡാമിയനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡാമിയൻ മൊറോക്കോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്ന കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാമിയനും കുഷ്ഠരോഗം പിടിവിട്ടു. അപ്പോൾ അതുവരെ ഒരു തുടർച്ചയായ ഗ്യാപ്പിൽ ഡാമിയൻ വീണ്ടും ദ്വീപിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കുഷ്ഠരോഗി ആയതുകൊണ്ട് നാട്ടിലേക്കുള്ള വിസ നിഷേധിക്കപ്പെട്ടു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം അവസാനം എഴുതി ഒരു പുരോഹിതനെ കൊണ്ട് കപ്പലിൽ വന്നപ്പോഴത്തേക്ക് ഡാമിയൻ ഒരു ചെറു വഞ്ചിയിൽ കയറി കപ്പലിൻ്റെ അടുത്ത് പോയി. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, കപ്പലിലേക്ക് കയറ്റത്തില്ല, കാരണം എനിക്ക് ഈ കപ്പലിലുള്ള ബാക്കിയുള്ളവരുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കണം, അതുകൊണ്ട് കപ്പലിൽ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അകത്തിരുന്ന് പുരോഹിതൻ പറഞ്ഞു, എന്നാൽ ഞാനൊരു ചെറിയൊരു കസേരയിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് കുമ്പസാരിപ്പിച്ചിട്ടുണ്ടെന്നു. അപ്പോഴത്തേക്ക് ആ കപ്പിത്താൻ പറഞ്ഞു, അതും പറ്റില്ല, പകർച്ചവ്യാധിയാണല്ലോ കുഷ്ഠരോഗം, പകർച്ചവ്യാധി എന്നാന്ന് വിചാരിച്ചിരുന്ന, അങ്ങനെ സാധ്യത ഉള്ളതുകൊണ്ട് ദൂരെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ദൂരെ മാറി നിന്നിട്ട് ഡാമിയൻ ഈ ചെറുവഞ്ചിയിൽ നിന്ന് അങ്ങ് ദൂരെ ഇരിക്കുന്ന പുരോഹിതനെടുക്കെ ഉറക്കെ കുമ്പസാരിക്കുക. തൻ്റെ പാപങ്ങളൊക്കെ എല്ലാവരും കേൾക്കെ തന്നെ വിളിച്ചു പറയുക. കാരണം ആ ഒരു പുരോഹിതനെ സംബന്ധിച്ച് കുമ്പസാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല.
കുമ്പസാരം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ദാഹമാണല്ലോ. ഈശോയോടുള്ള ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് മാറി മാറി പോകുമ്പോൾ അദ്ദേഹത്തിന് കുമ്പസാരം ഇല്ലാതെ ആൾത്താരയിലേക്ക് വീണ്ടും വരാൻ പറ്റാതെ പറ്റും. ആ വിഷമം കൊണ്ട് പുള്ളി ഉറക്കെ പബ്ലിക്കായിട്ട് കുമ്പസാരിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ഇതുപോലെ പാപ്പാമാർ കുമ്പസാരിക്കുന്നു, വൈദികർ കുമ്പസാരിക്കുന്നു, എല്ലാവരും കുമ്പസാരിക്കണം. ഞാനും ആഴ്ചയിൽ 1-2 കുമ്പസാരിക്കണം. കാരണം നമുക്ക് പുരോഹിതനായ എനിക്ക് പരിശുദ്ധ അൾത്താരയിലേക്ക് ഈശോയുടെ മുമ്പിലേക്ക് നിന്ന് ബലിയർപ്പിക്കണമെങ്കിൽ തമ്പുരാൻ്റെ സ്ഥാനപതിയായിട്ടാണല്ലോ ഞാൻ ജനങ്ങളുടെയും സ്വർഗത്തിന് മുമ്പിൽ നിന്ന് ബലിയർപ്പിക്കുന്നത്, നടുക്കുന്ന് ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പരിശുദ്ധ അപ്പവും വീഞ്ഞും കൈകളെടുത്ത് പിടിക്കണമെങ്കിൽ എൻ്റെ കൈകൾക്ക് വിശുദ്ധി വേണ്ടേ. അതുകൊണ്ട് എല്ലാ പുരോഹിതരും, എല്ലാ ബിഷപ്പുമാരും, എല്ലാ മാർപ്പാപ്പന്മാരും പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നുപോയി കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട് കാരുണ്യവാനായ കർത്താവിൻ്റെ മുഖം ഭൂമിയിൽ കൊടുക്കുന്നു. അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ബോധ്യം കിട്ടിയല്ലേ കുമ്പസാരത്തെക്കുറിച്ച്. ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുറേ ഈ മുതിർന്ന കുട്ടികൾ കുർബാന സ്വീകരിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കുർബാന സ്വീകരിക്കാത്തത്? അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ശനിയാഴ്ചയും കുമ്പസാരമുണ്ട്. പക്ഷേ ആ ഒരു ചാൻസ് പോലും യൂസ് ചെയ്യാണ്ട് കുമ്പസാരിക്കാണ്ട് പള്ളിയിൽ വന്നിട്ട് കുർബാന സ്വീകരിക്കാതെ നിൽക്കുക. അതെന്തുകൊണ്ടാണ്? കുർബാനയെക്കുറിച്ചും കുർബാന സ്വീകരണത്തെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും ശരിയായ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്ത് ഭാഗ്യവാന്മാരാണ്, നമുക്ക് കറക്റ്റ് അറിവ് കിട്ടിയല്ലേ? അതേപോലെ ഇന്ന് ഈ എപ്പിസോഡ് കണ്ടവർക്കും അങ്ങനെ ഒരു ബോധ്യം കിട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടാതെ നമ്മൾ ഈശോയോട് ഒത്തിരി നന്ദി പറയണം അല്ലേ, ഇങ്ങനൊരു കൂദാശ നമ്മൾ കത്തോലിക്ക സഭയ്ക്ക് തന്നതിന് വേണ്ടി. അപ്പോൾ ഏതായാലും ആ സന്തോഷത്തിൽ നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വചനവും സുഖിച്ചപ്പോൾ ഏറ്റു പറയാം. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാം വാക്യം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വം അണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണുള്ളത്. ഇനി സുഹൃജപം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ എന്ന് പറഞ്ഞു തരാൻ പോകുന്ന വിശുദ്ധ അമ്മ തെരേസയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് വേഗം വചനവും സുഖിച്ചപ്പം ഏറ്റുപറയാം. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാം വാക്യം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വം അണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണുള്ളത്. ഇനി സുഖിച്ചപ്പം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ അമ്മ തെരേസയെക്കുറിച്ച്. സ്പെയിനിൽ ആവിലായിലാണ് വിശുദ്ധ ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ തന്നെ നല്ല ദൈവഭക്തിയിലാണ് വളർന്നു വന്നത്.
ഏതാണ്ട് ഓർമ്മ വെച്ച നാൾ മുതലേ എപ്പോഴും സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുമായിരുന്നു. എങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് എപ്പോഴും ആലോചിക്കുമായിരുന്നു. അപ്പോൾ അനിയനെ കൂട്ടുപിടിച്ച് അനിയനോട് പറഞ്ഞ്, എടാ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് മരിക്കണം. അതിന് മരിക്കണമെങ്കിൽ ആരെങ്കിലും കൊല്ലണം അല്ലേ? അപ്പോൾ ആഫ്രിക്കയിൽ അന്ന് മുസ്ലിംസ് ക്രിസ്ത്യാനിന്ന് കേൾക്കുന്നവരെയൊക്കെ കൊല്ലുമായിരുന്നു. കഴുത്ത് കെട്ടി അങ്ങോട്ട് കൊന്നുകളയും. അപ്പോൾ ഇത് ഇവർ കേട്ടു. എന്നിട്ട് ത്രേസ്യ പറഞ്ഞ് അനിയനോട് പറഞ്ഞ് നമുക്ക് പോകാലാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോകുകയും. അന്ന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? 7 വയസ്സ്. ത്രേസ്യയ്ക്ക് 7 വയസ്സുള്ളപ്പോഴാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി രക്തസാക്ഷിത്വം അണിയാൻ വേണ്ടി ആഫ്രിക്കയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് പെട്ടെന്ന് അപ്പൻ്റെ അനുജൻ കണ്ട്. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അപ്പൻ്റെ അനുജൻ കണ്ട്. നിങ്ങളെവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പം നുണയൊന്നും പറയാൻ പോയില്ല. ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, അതിന് രക്തസാക്ഷിത്വം വഹിക്കാനായിട്ട് പോവുകയാണെന്ന്. അതായത് ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ അടുത്ത് ചെന്നാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ കൊന്നുകളയും. അപ്പം നേരെ സ്വർഗത്തിൽ പോകാമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് രണ്ടുപേരും കൂടി പോയത്. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പൻ്റെ അനിയൻ വേഗം തന്നെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് തിരികെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞതേ ഇങ്ങനെ ഒരു ജ്വരമായിട്ട് നടക്കുകയാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇവരെ ശരിക്കും സൂക്ഷിച്ച് വളർത്തി. 12 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, ഒരു കൂട്ടുകാരി, ഇത്തിരി ലോകാരൂപിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടുകാരിനെ കൂട്ടുകിട്ടി. അവൾ കൂടുതൽ ലോകാരൂപിയിൽ ജീവിക്കാനുള്ള എല്ലാ വഴിയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ചീത്ത പുസ്തകങ്ങൾ വായിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിക്കാനും മുടി ചുരുട്ടാനും അങ്ങനെ കുറച്ച് ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിക്കാനുള്ള എല്ലാ വഴിയും കിട്ടി. ഏതാണ്ട് 17 വയസ്സുള്ളപ്പോൾ കൂട്ടുകാരനെ, അതായത് ഒരു ബോയ് ഫ്രണ്ടിനെ കൂട്ടുകിട്ടി. അങ്ങനെ ബോയ് ഫ്രണ്ടുമായിട്ട് വളരെ അടുപ്പത്തിലായി. അപ്പോൾ ഒരു ദിവസം രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പറത്തവള ഇവരുടെ തലയിലോട്ട് വീണ്. അപ്പം മനസ്സിലായി ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടുകെട്ടാണെന്ന്. അപ്പം മുതലേ മനസ്സിനെ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി. അതായത് മനസാക്ഷി കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ പോണ പോക്ക് ശരിയല്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കേട്ട്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് അപ്പോൾ അതിനിടയ്ക്ക് ജെറോം എന്ന് പറഞ്ഞ ഒരു വിശുദ്ധൻ്റെ പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ കിട്ടി. അപ്പോൾ അതിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവര പ്രസാദത്തിൻ്റെ ഒരു വാതിലാണ്. അപ്പോൾ ആ വാതിൽ തുറന്ന് കിട്ടിയാൽ ജയിച്ച്. ആ ഒരു ഉദ്ദേശത്തിൽ ഇവൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് 18 വയസ്സായപ്പോൾ തോന്നി ഈ ജീവിതം ശരിയല്ല, ഏതെങ്കിലും ഒരു കോൺവെൻറ്റിൽ ചേരണം. അതിനെ അപ്പൻ ആദ്യം അനുവദിച്ചില്ല. എങ്കിലും ഇവളുടെ നിർബന്ധപ്രകാരം അപ്പൻ അനുവദിച്ച് ഒരു സന്യാസാശ്രമത്തിൽ ചെന്ന്. അത് കർമ്മലീത്ത സഭയിൽ ചേർന്ന്. പക്ഷേ അത് അവിടെ നിന്നിട്ടും ഒരു സാധാരണ കന്യാസ്ത്രീ എന്നുള്ളതിലല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇതിനിടയ്ക്ക് 2 വിശുദ്ധരെ കൂട്ടുകിട്ടി. അതായത് ഒരു ഫ്രാൻസിസ് ബോർജിയ എന്ന് പറഞ്ഞിട്ടൊരു വിശുദ്ധൻ, പിന്നെ ഒരു പീറ്റർ എന്ന് പറഞ്ഞ വിശുദ്ധൻ. 2 പേരുടെ ഉപദേശം ഇവളാകെ മാറ്റിമറിച്ച്. ഇവളുടെ സ്വഭാവത്തിന് ആകെ മാറ്റം വന്ന്. എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ള തീഷ്ണത വന്ന്. പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റണമെന്നുള്ളൊരു എപ്പോഴും ഉള്ളൊരു ആ ഒരു ജ്വരം
വന്ന്. അങ്ങനെ ഇവൾക്ക് അതിനുള്ള സൗകര്യവും ദൈവം ഒരുക്കി കൊടുത്ത്. ഏതാണ്ട് 22 വയസ്സായപ്പോൾ ഇവരുടെ ഉപദേശപ്രകാരം നിഷ്പാതുക കർമ്മലീത്ത സഭ സ്ഥാപിച്ചു. നിഷ്പാതുക കർമ്മലിത്ത സഭയിലാണ് ചേർന്നതെങ്കിലും കുറച്ചുകൂടി വ്യത്യാസം വരുത്തി, അതായത് കുറച്ചുകൂടി കഠിന തപസ് അവിടെ ഉണ്ടാക്കി നിഷ്പാതുക കർമ്മലിത്ത സഭ സ്ഥാപിച്ചത് വിശുദ്ധ ആരാണ്? അമ്മ ത്രേസ്യ. ഈ വിശുദ്ധയെ 1970 വേദപാരംഗതയായി സഭ ഉയർത്തിയത്. ഏതാണ്ട് 26 വയസ്സിനിടയ്ക്ക് 17 സന്യാസ സഭകൾ, അതായത് കോൺവെൻറ്റുകൾ സ്ഥാപിച്ച്, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി ഒരു സന്യാസ സഭകൾ, അത് 15 എണ്ണം. അങ്ങനെ ഒരുപാട് സന്യാസ സഭകൾ സ്ഥാപിച്ച് പിന്നെ ഒടുവിൽ പ്രാർത്ഥന തന്നെയായി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല, ലയിച്ചവിടെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ആൾ തന്നെ ഇങ്ങനെ പൊങ്ങിപ്പോവും, അതായത് എയറിൽ നിൽക്കും. പലരും അത് കണ്ടിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ അത്രയും പ്രാർത്ഥനയിൽ വളരെ തീക്ഷ്ണതയായി ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് സഹിച്ച് ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത്. ഈ വിശുദ്ധയുടെ ഏറ്റവും വലിയ ഇതെന്താണെന്നോ, ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതാണ് മുദ്രാവാക്യം. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. മരിക്കുന്നത് 67-ാമത്തെ വയസ്സിലാണ്. ഈ 67-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്നോ, ഞാനൊരു സത്യ തിരുസഭയിൽ അംഗമാകാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചല്ല. ആ സന്തോഷത്തിലാണ് ഞാൻ മരിക്കുന്നതെന്ന്. സത്യ തിരുസഭയെ അത്രമാത്രം വിലമതിച്ച ഒരു വലിയ വിശുദ്ധയാണ് ആര്? അമ്മ ത്രേസ്യ. ഈ വിഷ്വൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത്. നമ്മൾ 2 കൈ കൊണ്ട് അടിച്ചാലല്ലേ ശബ്ദം വരുള്ളൂ, അല്ലാണ്ട് ഒരു കൈയിട്ട് എത്ര അടിച്ചാലും ശബ്ദം വരില്ല അല്ലേ? എന്ന പോലെ തന്നെ ഇപ്പോൾ ഈ വിഷ്വലിൽ കണ്ട പോലെ മറ്റേ ആൾ അതിൽ ഒരാൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു തർക്കമോ വഴക്കോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ഡൺ. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ വചനവും സുഖിച്ചപ്പോൾ ഏറ്റുവാഴ്ചിട്ട് അവസാനിപ്പിക്കാം. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാം വാക്യം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്വം അണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണുള്ളത്. ഓക്കെ, ഇനി സുഹൃജപം. ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.